ഹലോ ഫ്രണ്ട്സ്, അനവധി മാനുഫാക്ചറിംഗ് കമ്പനികളുടെ മികച്ച മോഡൽ കാറുകളുടെ തേരോട്ട ഭൂമിയായി മാറിയ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഈ രാജ്യത്തിന്റെ അഭിമാനം വളരെ വലിയ തോതിൽ ഉയർത്തിയ നിരവധി വാഹനങ്ങളുണ്ട്. ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇവിടെ നിർമ്മിച്ച അവയിൽപ്പെട്ട കുറച്ച് വാഹനങ്ങളെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി ചെയ്യുന്ന ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആ ഗണത്തിൽപ്പെട്ട മറ്റ് വാഹനങ്ങൾ ഏതൊക്കെയാണെന്നാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ആദ്യ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് HM അംബാസിഡർ. ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം കളത്തിലുണ്ടായിരുന്ന വാഹനമാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസിഡർ കാറുകൾ. ഇന്ത്യൻ വാഹന വിപണിയുടെ വളർച്ചയ്ക്കായിട്ട് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ട 1958 കാലഘട്ടത്തിലാണ് ലോഞ്ച് ചെയ്തത് ഈ വണ്ടി. ഇന്ത്യയിൽ ഇത്രയധികം പോപ്പുലറായ മറ്റൊരു വാഹനം നിലവിലില്ല. 60കളിലും 70കളിലും എല്ലാം മറ്റുള്ള വാഹനങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഡോമിനേഷൻ നേടിയ ഇവ ആ കാലത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും സിനിമാക്കാരുടെയൊക്കെ മറ്റു ഉന്നതങ്ങളുള്ളവരുടെയൊക്കെ എല്ലാം തന്നെ ഇഷ്ടപ്പെട്ട മോഡലായിരുന്നു. 80കളിലും 90കളിലും മികവ് തുടർന്ന ഇവയുടെ യാത്രാ സൗകര്യം ലോകം മുഴുവൻ പേരുകേട്ടതാണ്. ഇന്നത്തെ പല പുതിയ വണ്ടികളിൽ തൃപ്തരല്ലാത്തവർ പോലും അംബാസിഡർ വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 2000ത്തിന്റെ തുടക്കത്തോടെ ടാക്സി കാറുകളായി പോപ്പുലർ ആയിട്ടുള്ള ഇവ ലോകത്തെ ഏറ്റവും മികച്ച ടാക്സി കാർ എന്ന നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വാഹന വിപണിയുടെ വളർച്ചാഘട്ടം മുതൽ അവയുടെ ഏറ്റവും വലിയ പീക്ക് ഘട്ടം വരെ ഈ വിപണിയിൽ നിലനിന്നിരുന്ന അംബാസിഡർ കാറുകൾ 2014 പൂർണ്ണമായി നിർത്തി. അവസാനമായി റെക്കോർഡ് ചെയ്ത ഇവയുടെ വില 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെയുള്ള റേഞ്ചിലായിരുന്നു. ഏകദേശം 56 ലക്ഷം ഈ വിപണിയുടെ മുന്നേറ്റങ്ങൾക്കൊപ്പം വളയം പിടിച്ച് സഞ്ചരിക്കാൻ അംബാസിഡർ കാറുകൾക്ക് കഴിഞ്ഞു. ഇന്ത്യക്കാർ ഒരിക്കലും മറക്കാത്ത അവയുടെ അഭിമാനത്തെ എന്നും ഉയർത്തിപ്പിടിക്കാൻ കാരണങ്ങളൊന്നായിട്ടുള്ള അംബാസിഡറിനെ തിരിച്ചുകൊണ്ടുവരാൻ പലരും പദ്ധതിയിടുന്നുണ്ട്. ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള സിട്രോൺ അംബാസിഡറിനെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് കേട്ടത്. നെക്സ്റ്റ് റേവ ഐ. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ വലിയ ശതമാനം പുരോഗതിയുണ്ട്. നമ്മുടെ രാജ്യം പെട്രോൾ ഡീസൽ എഞ്ചിനുകളിൽ നിന്നുമുള്ള വലിയ തോതിലുള്ള അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും ഭാവിയിലെങ്കിലും പൂർണ്ണമായിട്ടും മോചിതമാകുമെന്നതിന്റെ വളരെ പ്രതീക്ഷയുള്ള സൂചനയിലേക്കാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വളർച്ച കൈചൂണ്ടുന്നത്. സ്വദേശീയമായതും വിദേശീയമായതുമായിട്ടുള്ള നിരവധി കമ്പനികൾ അവരുടെ ഇലക്ട്രിക് മോഡൽ വാഹനങ്ങൾ അവതരിപ്പിക്കുകയും ഭാവിയിൽ അവതരിപ്പിക്കാനായി ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് മഹേന്ദ്രയുടെ റേവ ഐ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. ഈ നാട് ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാത്ത കാലത്തായിരുന്നു മഹേന്ദ്ര റേവ ഐ ഇലക്ട്രിക് വാഹനത്തെ അവതരിപ്പിച്ചത്. ഇന്നും പൂർണ്ണമായും ഇലക്ട്രിക് വാഹനം ഉൾക്കൊള്ളാൻ കഴിയാത്ത യാഥാസ്ഥികമായിട്ടുള്ള ഒരു സമൂഹത്തിലേക്കാണ് 20 വർഷം മുമ്പ് റേവ ഐയെ പുറത്തിറക്കിയതെന്ന് ഓർക്കണം. സാധാരണ കാറുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയാണ് റേവ ഐ ഇവികളിൽ പുറത്തിറങ്ങിയിരുന്നത്. 2001 ലോഞ്ച് ചെയ്ത ഈ 3 ഡോർ ഇലക്ട്രിക് ഹാച്ച് ബാക്കുകൾ 2 അഡൾട്ട്സിന്റെ കൂടെ 2 ചിൽഡ്രൻ ക്യാരിങ് കപ്പാസിറ്റി നൽകിയിരുന്നു. ഇന്ത്യക്ക് പുറമെ മറ്റ് ചില ഏഷ്യൻ രാജ്യങ്ങളിലും മഹേന്ദ്ര ഈ വാഹനത്തെ പുറത്തിറക്കിയിരുന്നു. ഇറങ്ങിയ കാലഘട്ടത്തെ പരിഗണിക്കുമ്പോൾ ഓരോ ഭാരതീയനും എന്നും ഒരു അത്ഭുതവും അതിലുപരി അഭിമാനവും സൃഷ്ടിക്കാൻ റേവ ഐക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഏറ്റവും അധികം കയറ്റുമതി ചെയ്ത ഒരു വാഹനമാണ് ഈ കുഞ്ഞൻ ഇലക്ട്രിക് മോഡൽ കാർ. ഏകദേശം 3.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന റേവ ഐ ഒരൊറ്റ ഫുൾ ചാർജിൽ 80 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിക്കാൻ യോഗ്യമായിരുന്നു. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ പവർ സപ്ലൈ നടത്തുന്ന ഇവയ്ക്ക് 18 bhp പവറും 52 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഒരു ഹൈബ്രിഡ് ബോഡി ടൈപ്പിൽ പുറത്തിറങ്ങിയിരുന്ന റേവ ഐയെ ഏകദേശം ഒരു പതിറ്റാണ്ടോളം മഹേന്ദ്ര പുറത്തിറക്കി. ഒരുപക്ഷെ ഈ വാഹനത്തെ ഈ രാജ്യം സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ സ്വീകരിച്ചത് മറ്റു പല രാജ്യങ്ങളുമാണ്. ഇവയുടെ തുടർച്ചയെന്നോണം ഇതേ പ്ലാറ്റ്ഫോമിൽ റേവ NXGയെയും E20+നെയും പിന്നീട് മഹേന്ദ്ര അവതരിപ്പിച്ചു. ഇതിൽ തന്നെ E20+നെ അവർ പുറത്തിറക്കിയത് ഒഫീഷ്യലായിട്ട് റേവയുടെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചു എന്ന് 2012 പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു. 2013 മുതലാണ് റേവയുടെ 4 ഡോർ വേർഷൻ ആയിട്ടുള്ള E20+ പുറത്തിറങ്ങി തുടങ്ങിയത്. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന വീഡിയോയിൽ ഇവയെപ്പറ്റി മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു നീക്കം നടത്തിയ മഹേന്ദ്രയുടെ ധൈര്യത്തെ എടുത്തു പറയേണ്ടതാണ്. പല ഓട്ടോമൊബൈൽ വമ്പന്മാരും ഇന്നും ഇലക്ട്രിക് വാഹനം ഇറക്കാൻ ധൈര്യപ്പെടാത്ത സാഹചര്യത്തിലാണ് മഹേന്ദ്ര 20 വർഷം മുമ്പ് ഈ ഒരു സാഹസത്തിന് മുതിർന്നതും അതുവഴി ഇന്ത്യയുടെ അഭിമാനത്തെ ഉയർത്തിയതും. റേവ സൃഷ്ടിച്ചത് ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് വാഹനം എന്ന പെരുമയാണെങ്കിൽ നമ്മൾ അടുത്തതായി പറയാൻ പോകുന്ന വാഹനം എല്ലാവരിലും സൃഷ്ടിച്ചത് ഒരു അമ്പരപ്പായിരുന്നു. ആ അമ്പരപ്പിന്റെ കാറ്റ് അലയടിച്ചത് ഇന്ത്യയിൽ മാത്രമല്ലായിരുന്നു, ലോകത്ത് എല്ലായിടത്തും കൂടിയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ടാറ്റ നാനോ. മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ കൂടുതൽ പേർക്കും റിലേറ്റ് ചെയ്യാൻ സാധിച്ചത് ഒരുപക്ഷെ നാനോയുടെ പേര് കേട്ടതിന് ശേഷമായിരിക്കും. ഏറ്റവും അധികം ആളുകൾക്ക് ഇന്നും അവരുടെ ജീവിതത്തിൽ കേട്ട വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു സത്യമായിരിക്കും നാനോയെക്കുറിച്ചുള്ളത്. ലോകത്തെ ഏറ്റവും വില കുറഞ്ഞ കാർ എന്നതിലുപരി 1 ലക്ഷം രൂപയ്ക്ക് ഒരു പുതിയ കാർ എന്നതായിരുന്നു നാനോയുടെ അന്നത്തെ പ്രധാന പരസ്യവാചകം. വളരെ പെട്ടെന്ന് തന്നെ നാനോ ഇന്ത്യയിലെ മറ്റു കാറുകൾക്ക് മുകളിൽ മൗത്ത് പബ്ലിസിറ്റി നേടിയെടുത്തു.
ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വളരെ നാച്ചുറലായിട്ട് തന്നെ ഈ വാർത്ത ആ കാലഘട്ടത്തിൽ പടർന്നു പിടിച്ചു. ഇന്ത്യക്ക് പുറമെ മറ്റ് വിദേശ രാജ്യങ്ങളിലും വളരെ അവിശ്വസനീയതയോടെയാണ് ഈ ഒരു വാർത്തയെ സ്വീകരിച്ചത്. എന്നാൽ കേട്ട വാർത്തയെ സത്യമാക്കി 1 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്ന ലോകത്തെ ആദ്യ കാറ് പുറത്തിറക്കി ടാറ്റയുടെ അമേരിക്കാരൻ രത്തൻ ടാറ്റ ഇന്ത്യയുടെയും മറ്റ് വിദേശ രാജ്യങ്ങളുടെയും കയ്യടി ഒരുപോലെ നേടിയെടുത്തു. മറ്റ് രാജ്യങ്ങളിലെ വാഹന വിപണിയെ എല്ലാം തന്നെ ഈ രാജ്യത്തെ വാഹന വിപണിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ പിന്നീട് നാനോ കാറുകൾ സേഫ്റ്റി ഗൈഡ് ലൈനുകളിൽപ്പെട്ട് പൂർണ്ണമായിട്ടും പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും ടാറ്റ നാനോ ഈ വിപണിയിൽ സൃഷ്ടിച്ചത് ആ ഒരു വേവ് ഇന്ന് പലർക്കും സ്വപ്നം മാത്രമാണ്. ഇന്നും 1 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ എന്നുള്ളത് അപ്രായോഗികമായ ഒരു സാഹചര്യത്തിൽ അത് 2008 അത്തരമൊരു കാര്യം രത്തൻ ടാറ്റ നടത്തി കാണിച്ചത്. അതിന് അദ്ദേഹത്തെ നയിച്ച പ്രധാന കാരണം ഒരു സാധാരണ ഫാമിലിക്ക് താങ്ങാനാവുന്ന വിലയുള്ളതും ബൈക്കിനേക്കാൾ സുരക്ഷയുള്ളതുമായിട്ടുള്ള ഒരു ഡിസൈൻ പാരാമീറ്റർ ആയിരുന്നു. ഏകദേശം 10 വർഷത്തോളം തുടർന്നും നാനോകൾ ടാറ്റ പുറത്തിറക്കിയിരുന്നു. എന്നാൽ 2018 അവ ഒഫീഷ്യലായിട്ട് നിർത്തിവെച്ചതായി ടാറ്റ പ്രഖ്യാപിച്ചു. എന്നാൽ നെക്സോണിന്റെ ഇലക്ട്രിക് വാഹനത്തിന്റെ വിജയം മറ്റു പല മോഡലുകളുടെയും ഇലക്ട്രിക് വേഷൻ നിർമ്മിക്കാൻ ടാറ്റയെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നാനോയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ അടുത്ത വർഷങ്ങളിൽ തന്നെ നാനോ കാറുകളുടെ ഇലക്ട്രിക് വേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സഫാരിയും ഇൻഡിക്കയും സ്കോർപിയോയും DC ആവന്തിയും റേവ ഐയും ടാറ്റ നാനോയും ഇവയെല്ലാം കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ അഭിമാനത്തെ പലകുറി ഉയർത്തിയ മോഡലുകളാണ്. കുറെ വർഷങ്ങൾ ഇന്ത്യക്ക് അകത്തും പുറത്തും തേരോട്ടം നടത്തിയ ഈ വാഹനങ്ങളെല്ലാം അനിവാര്യമായ സമയത്ത് പിൻവാങ്ങേണ്ടി വരികയും ചെയ്തു. വേറെയും നിരവധി മോഡൽ കാറുകൾ അവർ വെട്ടിത്തെളിയിച്ച ഈ പാതയിലൂടെ ഇന്ത്യക്ക് അകത്തും പുറത്തും മികച്ച അഭിപ്രായങ്ങൾ നേടി മുന്നേറുന്നുണ്ട്. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. അതിലൊന്നാണ് മാരുതി സുസുക്കിയുടെ വിതാര ബ്രസ. ജാപ്പനീസ് കമ്പനിയായിട്ടുള്ള സുസുക്കി ഈ രാജ്യത്തെ സ്വന്തം കമ്പനിയായാണ് ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. മാരുതി ഉദ്യോഗ ലിമിറ്റഡായി കൂടിച്ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച സുസുക്കി പിന്നീട് അവരിൽ നിന്നും പൂർണ്ണ അധികാരം സ്വന്തമാക്കിയെങ്കിലും ഇന്നും മാരുതിയെ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുന്നു. വന്ന നാൾ മുതൽ ഇന്ന് വരെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന വാഹനങ്ങൾ മാരുതിയുടേതാണ്. എല്ലാ കാലത്തും അവരുടേതായ കാറുകൾ തന്നെയായിരിക്കും ഏറ്റവും വിറ്റുപോയിട്ടുള്ളതും. പല മാരുതി മോഡലുകളും മറ്റു രാജ്യങ്ങളിൽ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇവിടേക്ക് എത്തുന്നത്. എന്നിട്ടും ഇവിടുത്തെ വിപണി ഭരിക്കുന്നത് മാരുതി തന്നെയാണ്. എന്നാൽ പതിവിന് വിപരീതമായിട്ട് മാരുതി ഇന്ത്യൻ കസ്റ്റമേഴ്സിന് വേണ്ടി നിർമ്മിച്ച് ഇവിടെ ഡിസൈൻ ചെയ്ത് ഇവിടെ തന്നെ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ നടത്തി അവതരിപ്പിച്ച ഒരു കാറാണ് വിതാര ബ്രസ. സബ് കോമ്പാക്ട് ക്രോസ് ഓവർ SUVയിലെ തന്നെ സെഗ്മെന്റിലെ ആദ്യ വാഹനമായ ബ്രസ മറ്റു മാരുതി മോഡലുകൾ പോലെ തന്നെ അതിവേഗം ഇവിടുത്തെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും സെഗ്മെന്റിൽ തന്നെ ഏറ്റവും മികച്ച വിൽപ്പന നേടുന്ന വാഹനങ്ങളിലെ മുൻപന്തിയിലെത്താനും കഴിഞ്ഞു. സബ് കോമ്പാക്ട് SUV സെഗ്മെന്റിലെ കമ്പനിയുടെ ആദ്യത്തേതും SUV സെഗ്മെന്റിൽ ജിപ്സി, ഗ്രാൻഡ് വിതാർ, X×4, S-ക്രോസ് എന്നിവയ്ക്ക് ശേഷം വന്നതുമായിരുന്നു വിതാര ബ്രസ. 2016 നടന്ന 13ാം ഓട്ടോ എക്സ്പോയിൽ റിവീൽ ചെയ്ത വിതാര ഇന്നും പുതിയ ഫേസ് ലിഫ്റ്റ് ഓപ്ഷനിൽ പുറത്തിറങ്ങുന്നുണ്ട്. ഒരു 5 സീറ്റർ 5 ഡോർ SUV ആയിട്ടുള്ള ബ്രസ പെട്രോൾ, ഡീസൽ എന്നീ എഞ്ചിൻ ഓപ്ഷനുകളിൽ 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് ഓട്ടോമാറ്റഡ് മാനുവൽ, 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ട്രാൻസ്മിഷൻ ഓപ്ഷൻസിലാണ് പുറത്തിറങ്ങിയിരുന്നത്. നിലവിലെ BS6 നോർമിൽ പ്രോഗ്രസീവ് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടിയുള്ള എഞ്ചിനോട് കൂടിയാണ് ഇവ വിപണിയിൽ ഇറങ്ങുന്നത്. 1.5 ലിറ്റർ K15B പെട്രോൾ ഹാറ്റഡ് 4 സിലിണ്ടർ എഞ്ചിൻ, 1462 cc ഡിസ്പ്ലേസ്മെന്റിൽ 103 bhp പവറും 138 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. 2017 ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയും ഓരോ വർഷവും 10,000 യൂണിറ്റ് എടുത്ത് വിൽപ്പന നടത്തുകയും ചെയ്ത ബ്രസ ഇവിടുത്തെ വിപണി കീഴടക്കിയതിനു ശേഷമാണ് ഗ്ലോബൽ വിപണിയിൽ ചലനങ്ങൾ സൃഷ്ടിച്ചത്. നെക്സ്റ്റ് മഹേന്ദ്ര XUV 300. പലരും പല രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യത്തിന്റെയും അഭിമാനം ഉയർത്തുന്നത്. മഹേന്ദ്ര XUV 300 എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ അഭിമാനമായത് എന്ന് അറിയണ്ടേ? ഇന്ത്യയിലെ ഏറ്റവും സേഫ് ആയ കാർ, അതായത് ഗ്ലോബൽ NCAPയുടെ ക്രാഷ് ടെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആദ്യത്തെ സേഫർ ചോയ്സ് അവാർഡ് ലഭിച്ച കാർ ഇതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഗ്ലോബൽ NCAP ടെസ്റ്റിൽ ഈ കാറിന് ലഭിച്ചത്. അഡൽട്ട് സേഫ്റ്റിക്ക് 5 സ്റ്റാറും ചൈൽഡ് സേഫ്റ്റിക്ക് 4 സ്റ്റാറും ലഭിച്ചുകൊണ്ടാണ് മഹീന്ദ്ര XUV ഇന്ത്യയുടെ അഭിമാനമായത്. ഡ്യുവൽ എയർ ബാഗും ABS EVD ബ്രേക്കും റിയർ ഡിസ്ക് ബ്രേക്ക് തുടങ്ങിയ ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച സേഫ്റ്റി ഫീച്ചറുകൾ അടങ്ങിയതാണ് ഈ വാഹനം. 7.94 ലക്ഷം മുതൽ 12.29 ലക്ഷം വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കാർ പുറത്തിറങ്ങുന്നത്. സേഫ്റ്റിക്ക് പുറമെ പെർഫോമൻസിൽ മികച്ചു നിൽക്കുന്ന മഹേന്ദ്ര 300 ഇന്ത്യയിലും വിദേശത്തും മികച്ച അഭിപ്രായം നേടിയ വാഹനമാണ്. 2019 ഫെബ്രുവരിയിൽ ഇന്ത്യയിലാണ് പെട്രോൾ, ഡീസൽ എന്നീ 2 ഓപ്ഷനുകളിൽ ആദ്യമായിട്ട് ഈ വാഹനം പുറത്തിറങ്ങിയത്. ഇനിയും കുറച്ച് മോഡലുകൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനുണ്ട്. സമയം കൂടുന്നത് കൊണ്ട് അവ ഏതൊക്കെയെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കണേ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ മറ്റു വീഡിയോകൾ കാണാൻ ടോപ്പ് സ്പീഡ് ചാനൽ സന്ദർശിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടോപ്പ് സ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.